നമസ്കാരം, ഞാൻ സന്തോഷ് പാലത്തൊടി. ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇന്ന് വേറെ ഒന്നല്ല, ഇപ്പോൾ എന്താ പറയുക, അമ്മ സംഘടനയിലെ വിവാദങ്ങളും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല, നമ്മൾ സംസാരിക്കുന്നുമില്ല. അതിൻ്റെ ഒരു ഇതിൽ സുരേഷ് ഗോപി സാർ ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ അതിനെടുത്ത് ട്രോൾ ചെയ്തിട്ട് ഒരുപാട് ട്രോള് ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും അത് നമുക്കൊന്ന് എന്താ പറയുക, അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയണമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ, എന്നിട്ട് ഞാൻ അതിൻ്റെ മറുപടികൾ പറയാം. ഓക്കെ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇറങ്ങി വരുന്ന സമയത്ത് ആൾ പറഞ്ഞ കറക്റ്റാണ്. എന്താ വെച്ചാൽ സുരേഷ് ഗോപി സാർ ഇറങ്ങി വരുമ്പോൾ ഇവര് എന്തെങ്കിലും ആളുടെ വായിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പറയൂ ഇവരെന്താ കാണിക്കുന്നത്, ബ്ലോക്ക് ചെയ്ത് ഒരാളെ വരുമ്പോൾ ബ്ലോക്ക് ചെയ്ത് വായിൽ മയക്ക് കുത്തി തുരുക്കി പറയുകയാണ്. ഇതാണോ മാധ്യമധർമ്മം? ആളുടെ ഇഷ്ടമുണ്ടെങ്കിൽ ആൾ സംസാരിക്കും. ആളുടെ നിന്ന് എന്തെങ്കിലും ട്രോള് കിട്ടാൻ വേണ്ടിയിട്ട് ആൾ അതാ പറഞ്ഞ് ഇത് നിങ്ങളുടെ തെറ്റാണ് സാറ് പറഞ്ഞത് കറക്റ്റാണ്. വേറെ ഉള്ളൊരു അമ്മ സംഘടനയിൽ സുരേഷ് ഗോപി സാർ മാത്രമേ ഉള്ളൂ. വേറെ ഉള്ളതിൻ്റെ എന്തുകൊണ്ട് ചോദിക്കാനല്ലോ? മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ചോദിക്കില്ല? അപ്പോൾ ആളുടെ വായി നിന്ന് ഈ ചാറിന് ആളിനെ ട്രോളാൻ വേണ്ടിയിട്ട് എന്താക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഇത് എല്ലാവിടെയും എന്ത് പരിപാടിയിലാണെങ്കിലും ഏതിലാണെങ്കിൽ ആരും മരിച്ചാലും എന്തായാലും അവരുടെ ബന്ധുക്കാരൻ്റെ അടുത്ത് പോയി അവർ വിഷമത്തിലിരിക്കുക, അവരുടെ വായിൽ കൊണ്ട് മൈക്കൊണ്ട് വെച്ച് ഭീഷണിപ്പെടുത്തി ചോദിക്കുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പുള്ളി മറ്റേ സുരേഷ് ഗോപി സാറിനെ തടുത്ത് നിർത്തിയിട്ടാണ് പറയുന്നത്. ആൾക്ക് നടക്കാൻ സ്ഥലം കൊടുക്കുന്നില്ല, ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് മൈക്ക് നേരെ കൊണ്ട് വായിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇതാക്കുന്നത്. ഇതാണോ മാധ്യമ പ്രവർത്തനം? ഞാൻ കുറേ ആയിട്ട് കണ്ടുപിടിക്കുന്നത് എന്ത് പരിപാടിയിലാണെങ്കിലും ആ ഒരു മരിച്ച വീടാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും അവിടെ പോയി അല്ലെങ്കിൽ അവിടെ പറ്റി മരിച്ച എന്താണെങ്കിൽ ആ ബന്ധുക്കളിൻ്റെ അടുത്ത് പോയി അതിന് ഇത് കഴിയാത്ത മുമ്പ് തന്നെ മൈക്ക് വായിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറ്റി വെച്ച് സംസാരിക്കുക. ഇതൊക്കെയാണോ മാധ്യമധർമ്മം? സുരേഷ് ഗോപി സാർ എന്തായാലും പറഞ്ഞ് ഞാനിത് വീഡിയോ ചെയ്യുന്നില്ല പറഞ്ഞിരുന്നാണ്, പക്ഷേ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് എന്താ പറയണം വിചാരിച്ചു. ഈ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറയണം വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ വായിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ അതിനെ ട്രോളാൻ വേണ്ടി ഈ പറഞ്ഞതിന് തന്നെ ഒരുപാട് ട്രോളുകൾ ഇറക്കിയിട്ടുണ്ട്. എന്താ ഇവർക്ക് മോഹൻലാൽ സാറിൻ്റെ വീട്ടിക്കും മമ്മൂട്ടി സാറിൻ്റെ വീട്ടിക്കും ഒന്നും പോകാനൊന്നും അറിയില്ലേ? വഴിയൊന്നും അറിയില്ല ഈ മാധ്യമ പ്രവർത്തകർക്ക്? എന്തുകൊണ്ട് പോകുന്നില്ല? അവരുടെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അപ്പം കിട്ടുന്നവരെ മറ്റേ ചളിവാരി തേക്കാനുള്ള ഒരു ഇതല്ലേ ഇവർ കാണിച്ചു കൊടുക്കും മാധ്യമ പ്രവർത്തകർ. എന്താ ചെയ്യും? ശരി, ഓക്കെ. എനിക്കിത് രണ്ടു വാക്ക് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്.